പക്ഷെ എല്ലാ സാമൂഹ്യ വിരുദ്ധരും ക്രിമിനൽസ് ആകണമെന്നില്ല. അല്ലാതെ എല്ലാ ക്രിമിനലുകൾക്കും ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാവണമെന്നുമില്ല. സ്വയം ഞാനൊരു സംഭവമാണ് അല്ലെ, എനിക്ക് ഇമ്പോർട്ടൻസ് വേണമെന്ന് ഉള്ള ആഗ്രഹം വരാൻ തന്നെ കാരണം ലോ സെൽഫ് എസ്റ്റീം അല്ല. പിന്നെ പ്രവൃത്തികളിലൊന്നും ഇവർ കോൺസിക്വൻസസ് എന്താണെന്ന് ചിന്തിക്കുന്നില്ല. ഇല്ല, ആക്ഷൻസ് മാത്രം. ഒരു കുട്ടിയെ ഉപദ്രവിക്കുന്നു, അത് എന്നിട്ട് പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവന് ഉണ്ടാകുന്നത് എന്തായിരിക്കും? അവനൊരു മറ്റുള്ളവരാൾ ശ്രദ്ധിക്കപ്പെടുന്നു, അവൻ എന്തോ ആണെന്ന് കാണിക്കുന്നു. അതൊക്കെ ഉണ്ടാകുന്നത് ഒരു വ്യക്തിത്വത്തിന്റെ വൈകല്യമാണ്. ഒപ്പത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ വ്യക്തിത്വ വൈകല്യത്തിൻ്റെ ക്ലസ്റ്റർ എ വിഭാഗത്തിൽപ്പെടുന്ന ചില അസുഖങ്ങളെക്കുറിച്ചാണ് നമ്മൾ കണ്ടത്, അതിന് മനസ്സിലാക്കിയത്. ഇന്ന് നമ്മൾ ഇത്രയും കൂടി കൂടുതലായി വ്യക്തിത്വ വൈകല്യത്തിൻ്റെ ക്ലസ്റ്റർ ബി ടൈപ്സുകളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണ്. ഇന്ന് നമ്മോടൊപ്പം സിസ്റ്റർ ഗ്രേസ് ഉണ്ട്. സിസ്റ്റർ വെൽക്കം. നമുക്കിന്ന് കൂടുതലായിട്ട് വ്യക്തിത്വ വൈകല്യത്തിൻ്റെ ക്ലസ്റ്റർ ബി ടൈപ്സിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പം സിസ്റ്റർ, എന്താണ് ഈ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ ക്ലസ്റ്റർ ബി ടൈപ്പ് എന്ന് പറയുന്നത്? ക്ലസ്റ്റർ ബിയിൽ വരുന്ന ഡിസോർഡേഴ്സ് ആണ് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ, നർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, ഒന്നുകൂടെ ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. ക്ലസ്റ്റർ ബി അറിയപ്പെടുന്ന ഒരു ഇമോഷണൽ ആൻഡ് ഡ്രാമാറ്റിക് ഡിസോർഡേഴ്സ് അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ് സിസ്റ്റർ അത് അങ്ങനെ? കാരണം ആൻറ്റി സോഷ്യൽ, നർസിസ്റ്റിക്, ഹിസ്ട്രിയോണിക്, ബോർഡർ ലൈൻ, ഇതിലെല്ലാം പൊതുവായി കാണുന്ന ഒരിത് ഇമോഷൻസ്, നമ്മുടെ വികാരങ്ങളുടെ പ്രശ്നങ്ങൾ, അത് ശരിയായ രീതിയിലുള്ള മാനേജ് ചെയ്യപ്പെടാത്ത ഒരു ആങ്കറാണേലും ഔട്ട് ബേസ്റ്റ്, അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ബിഹേവിയറൽ എക്സ്പ്രഷൻസ് ഈ ഡിസോർഡറുകളിലെല്ലാം കാണാൻ പറ്റും. അതുപോലെ ഡ്രമാറ്റിക് എന്ന് പറയുമ്പം ഉദാഹരണത്തിന് ആൻറ്റി സോഷ്യൽ ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഡിസോർഡറുകളിൽ അവർ ഒരു ഇമ്പൾസീവ് നേച്ചർ ഉണ്ടല്ലോ, അതിൽ പെട്ടെന്ന് ആ ഇമ്പൾസിനെ നിയന്ത്രിക്കാൻ പറ്റാതെ എടുത്തു ചാടുന്ന ഒരു ഇമോഷന്, ബിഹേവിയർ, ആ തോട്ടിന്റെ ഫലമായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. ചിന്തിക്കാതെ എടുത്തുചാടുക, ചിന്തിക്കാതെയുള്ള എടുത്തുചാട്ടം കാണാൻ പറ്റും. അതുപോലെ ആൻറ്റി സോഷ്യലിലാണെങ്കിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ചെറുപ്പകാലത്ത് കോണ്ടാക്ട് ഡിസോർഡർ ആയിരിക്കാം, അത് ട്രീറ്റ് ചെയ്യാതെ അല്ലെ സഹായം ലഭിക്കാതെ പോകുമ്പോഴാണല്ലോ ആൻറ്റി സോഷ്യൽ. പക്ഷേ എല്ലാ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരല്ലേ സാമൂഹ്യ വിരുദ്ധ സ്വഭാവം എന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ എല്ലാ സാമൂഹ്യ വിരുദ്ധരും ക്രിമിനൽസ് ആകണമെന്നില്ല. അല്ലാതെ എല്ലാ ക്രിമിനലുകൾക്കും ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാവണമെന്നുമില്ല. അപ്പൊ അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അല്ല, നമ്മുടെ ഈ ക്രിമിനൽസിനെല്ലാം ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെങ്കിൽ അതൊരു രോഗമല്ലേ? അത് അപ്പൊ ആ ക്രിമിനൽ ബിഹേവിയർ ചെയ്ത് അതുകൊണ്ടല്ലേ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ഒരു അപകടത്തിലേക്കാണ് നയിക്കുന്നത്. അപ്പം എല്ലാ ക്രിമിനൽസിനും ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാവണമെന്നില്ല. എനിക്ക് തോന്നുന്നു ഇപ്പൊ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ കൂടുതലായിട്ടും ഇപ്പം എന്തൊക്കെ സമൂഹം സെറ്റ് ചെയ്യുന്ന കുറച്ച് റൂളുകൾക്ക് നേരെ എതിരായിട്ടാണ് പലപ്പോഴും അവർ പ്രവർത്തിക്കുന്നത്. അപ്പം ആ ഒരു സാഹചര്യത്തിലേക്ക് ഇങ്ങനെയുള്ള വ്യക്തികൾ എത്താനുള്ള ഒരു സാഹചര്യം എന്താണ് സിസ്റ്റർ? അങ്ങനെയുള്ള ആ വ്യക്തിത്വത്തിൻ്റെ റീസൺ ചെറുപ്പകാലത്ത് തന്നെയാണല്ലോ. ചെറുപ്പകാലത്തുണ്ടാകുന്ന ബയോളജിക്കൽ എൻവയോൺമെൻറ്റൽ റീസൺസ് തന്നെയാണ് എല്ലാ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ അടിസ്ഥാനമായിട്ട് എടുക്കുന്നത്. അപ്പോൾ പേരൻസ് ഇമോഷണലി നെഗ്ലക്റ്റ് ചെയ്യപ്പെട്ടതുകൊണ്ടാകാം, ബയോളജിക്കൽ ഫാക്ടേഴ്സ് കാണാം, ചിലപ്പോൾ പേരൻസിൽ നിന്ന് വന്ന ജനിതകമായിട്ടുള്ള ട്രേറ്റ്സ് പാസ് ചെയ്യപ്പെട്ടതാകാം, ചെറുപ്പകാലത്തുള്ള വളർച്ചയുടെ ഭാഗമായിട്ടുള്ളതാകാം. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ചെറുപ്പകാലത്ത് കള്ളം പറയുക, മോഷ്ടിക്കുക, അല്ലെ മറ്റുള്ളവരെ ഉപദ്രവിക്കുക, അങ്ങനെയുള്ള സ്വഭാവങ്ങളെല്ലാം ചെറുപ്പത്തിലേ വരുക. പക്ഷെ അതിനെ സഹായകമാകുന്ന എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പം പേരൻസിനെ നെഗ്ലക്റ്റ് ആകാം, അവർ ശരിക്കും ശ്രദ്ധിക്കാത്തതാകാം, ഇതൊന്നും കൊച്ചു ചെയ്താൽ അത് വലിയ കാര്യമാക്കി എടുക്കാത്തതാകാം. ഇനി കുട്ടികൾ കുഞ്ഞിലെ കള്ളത്തരം കാണിക്കുമ്പോൾ പേരൻസ് അത് ഒളിച്ചു വെക്കാറുണ്ട്. അപ്പം അത് അവൻ അതുകൊണ്ടാണ് ചെയ്തത്, ഒരു റീസണിങ് ഒക്കെ കൊടുത്ത് ജസ്റ്റിഫൈ ചെയ്ത് അത് വലിയ കാര്യമാക്കി എടുക്കാതെ അതിന് ഹെൽപ്പ് കൊടുക്കാതെയൊക്കെ പോകുന്നതുകൊണ്ട് അപ്പം അതിനെയൊക്കെ എനേബിൾ ചെയ്യാറുണ്ട്. കുട്ടികളുടെ ചില
നെഗറ്റീവ് ഇങ്ങനെയുള്ള ബിഹേവിയേഴ്സിനെ എനേബിൾ ചെയ്യുന്നവരാണെങ്കിൽ അത് വളർന്ന് മുന്നോട്ട് പോകുമ്പോൾ കുട്ടിയെ അത് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും പ്രോത്സാഹിപ്പിക്കാം. അപ്പം അതിനെ കണ്ട് പിന്നെ നമ്മളിങ്ങനെയുള്ള കുട്ടികളെ ഹാർഷായിട്ടുള്ള പണിഷ്മെൻറ്റിൽ കൂടിയും സഹായിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് ഉപരിയായിട്ട് അവരെ വളരെയധികം ശ്രദ്ധയോടെ കേൾക്കുകയും അതിനുള്ള ബിഹേവിയറൽ മോഡിഫിക്കേഷൻ ട്രെയിനിങ് ഒക്കെ കൊടുക്കുകയും അസസ്മെന്റ് കൃത്യമായിട്ട് നടത്തുകയും ഹെൽപ്പ് കൃത്യസമയത്ത് കൊടുക്കുകയൊക്കെ ചെയ്താണ് ഈ ഒരു ആന്റി സോഷ്യൽ ആകാതെ നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് പറ്റുന്നത്. ചില ആൾക്കാർക്ക് പൊക്കം കുറഞ്ഞ ആൾക്കാർ, അല്ലെങ്കിൽ ഹൈറ്റ് കൂടിയ ആൾക്കാർ, അല്ലെങ്കിൽ തടി കുറഞ്ഞ, അപ്പം ഇതൊക്കെ ഇങ്ങനെയുള്ള ഇൻസെക്യൂരിറ്റീസ് പോലും കൂടി അവരുടെ അഡൽട്ട്ഹുഡിൽ ഇങ്ങനെ ഒരു ആന്റി സോഷ്യൽ ബിഹേവിയറിലേക്ക് പോകാൻ വേണ്ടി കാരണമാവുന്നുണ്ട്. അങ്ങനെ എപ്പോഴെങ്കിലും ഏതെങ്കിലും എക്സ്പീരിയൻസസ് ക്ലയൻസിന്റെ ഭാഗത്തുനിന്ന്? അതായത് കുട്ടികളുടെ ശാരീരികമായ പ്രത്യേകതകളുണ്ട്, ഇൻസെക്യൂരിറ്റീസ് പലപ്പോഴും അതൊരു തീർച്ചയായിട്ടും അവരുടെ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ അവരെ ഒരു സെൽഫ് എസ്റ്റീമിന്റെ കുറവിലേക്ക് നയിക്കാമല്ലോ. തീർച്ചയായിട്ടും ഈ ക്ലസ്റ്റർ ബി പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ അകത്തെല്ലാം ലോ സെൽഫ് എസ്റ്റീം ആണ്. പ്രത്യേകിച്ച് നർസിസ്റ്റിക് പേഴ്സണാലിറ്റിയിൽ ലോ സെൽഫ് എസ്റ്റീം ആണ് അതിൻ്റെ ഒരു വലിയ റീസൺ തന്നെ. അതുകൊണ്ടാണ് അവര് സ്വയം ഞാനൊരു സംഭവമാണ്, അല്ലെ എനിക്ക് ഇമ്പോർട്ടൻസ് വേണമെന്ന് ഉള്ള ആഗ്രഹം വരാൻ തന്നെ കാരണം ലോ സെൽഫ് എസ്റ്റീമാണ്. പക്ഷെ കാണുന്നവർക്ക് തോന്നുന്നത് ഭയങ്കര സെൽഫ് എസ്റ്റീം ഉള്ള ആളായിരിക്കുമെന്നാ. പക്ഷെ ഉള്ളിന്റെ ഉള്ളില് എന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്നും ഒട്ടും ഒരു ആത്മാഭിമാനം ഇല്ലാത്ത അവസ്ഥയിലുള്ളവരായിരിക്കും അത്. അപ്പൊ ഉണ്ട് ലോ സെൽഫ് എസ്റ്റീം ഉള്ളവരാണ് നർസിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ശാരീരിക പ്രത്യേകതകൾ, ചിലപ്പോൾ കളിയാക്കപ്പെട്ടവര്, ബോഡി ഷെയ്മിങ് ഉണ്ടായവര്, ബുള്ളീഡ് ആയിട്ടുള്ളവര്, വീട്ടിലെ മാതാപിതാക്കളുടെ ചില കുറവുകൾ കൊണ്ട്, അല്ലെ ദാരിദ്ര്യത്തിന്റെ പേരിലോ അപ്പന്റെ മദ്യപാനത്തിന്റെ പേരിലോ കഴിവ് കുറവിന്റെ പേരിലോ ശാരീരിക പ്രത്യേകതകളുടെ പേരിലോ ഒക്കെ ഷെയ്മാക്കപ്പെട്ടവര്, അതൊന്നും പ്രോസസ്സ് ചെയ്യപ്പെടാതെ ഉള്ളിൽ സപ്രസ് ചെയ്ത് കൊണ്ടു നടന്ന കുട്ടികളെയൊക്കെ പേഴ്സണാലിറ്റി ഡിസോർഡറുകളിലേക്ക് നയിക്കാം തീർച്ചയായിട്ടും. പിന്നെ അങ്ങനെയുള്ളത് ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു സൈബർ ബുള്ളിയിങ് ഒക്കെ ഉണ്ടല്ലോ, മീഡിയ വഴി നാണം കെടുത്തുക, അല്ലെങ്കിൽ അവരെ അപമാനിക്കുന്നതും ഒക്കെ വരുമ്പോൾ അതും ശരിക്കും അത് ഇതിന്റെ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ബിഹേവിയറിനെ കുറിച്ചാണ് സിസ്റ്റർ പറയുന്നത്. അപ്പം അതിന്റെ ഒരു കുറച്ച് പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ നിയമങ്ങൾ ലംഘിക്കുന്നു, മറ്റുള്ളവരുടെ വേദനയിൽ സന്തോഷിക്കുന്നു, അവർക്ക് റിമോഴ്സ് ഇല്ലല്ലോ, ഒരിക്കലും ഒരു ഗിൽറ്റ് അല്ലെ കുറ്റബോധം അവർക്ക് ഉണ്ടാവുന്നില്ല, മറ്റുള്ളവരുടെ വേദനയിൽ വിഷമമില്ല, മറ്റുള്ളവരുടെ നഷ്ടങ്ങളിൽ അവർക്ക് ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതൊന്നും ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരിൽ ഉണ്ടാവത്തില്ല. അപ്പൊ അങ്ങനെയുള്ളവര് ഒരു ഓൺലൈൻ ബിഹേവിയേഴ്സ് കാണിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഡീമീൻ ചെയ്യുന്ന രീതിയിലുള്ള മെസ്സേജസ്, കമൻസ്, അത് ഹാർഷായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള കമൻസ് ഇടുന്നതിലൊന്നും ഒരു വിഷമം ഉണ്ടാവത്തില്ല. മറ്റുള്ളവരോടുള്ള ആ റെസ്പെക്റ്റോ അവരെ അതെങ്ങനെ ഹേർട്ട് ചെയ്യുന്നൊന്നും അവരൊരിക്കലും ചിന്തിക്കാറില്ല. അപ്പം ആ ഇമ്പൾസീവായിട്ട് തോന്നുന്നത് അവിടെ പോസ്റ്റ് ചെയ്യുക. അത് ചീത്ത വേർഡായിരിക്കാം, ഒരാളെ വളരെയധികം വേദനിപ്പിക്കുന്ന വേർഡ്സ് ആയിരിക്കാം, കമൻസ് ആയിരിക്കാം, പ്രസ്താവനകളൊക്കെ ആയിരിക്കാം, അത് പറയുക, എഴുതുക. പിന്നെ ഇതിൻ്റെ അകത്ത് ഉള്ള ഒരു ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു എന്താ പറയണ്ട, അവർക്ക് തോന്നുന്ന ഒരു സന്തോഷം, അവർക്ക് അതിനകത്ത് അക്കൗണ്ടബിലിറ്റി, ഇത് ആരാ ചെയ്തേ, ഫേക്ക് ആയിട്ടുള്ള ഐഡിയകളും ഒക്കെ ഉണ്ടാക്കാമല്ലോ. ഫേക്ക് ആയിട്ടുള്ള ഒരു മെസ്സേജ് കമന്റിൽ പോസ്റ്റ് ചെയ്യണേ തന്നെ റിയൽ ആയിട്ടുള്ള പേര് കൊടുക്കണമെന്നില്ല, ഫേക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്യാം, ഫേക്ക് നെയിംസ് കൊടുക്കാം. അപ്പൊ അക്കൗണ്ടബിലിറ്റി കുറവാണ്. ഈ സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ടും അവരുടെ തന്നെ ഐഡിയ ആയിരിക്കണം എന്നില്ല ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലേ? അല്ല, ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ഏറ്റവും കൂടുതൽ തെളിവുകൾ നമുക്ക് ഇന്ന് ഓൺലൈനിലാണ് കാണാൻ പറ്റുന്നത്. കാരണം അനേകം കുട്ടികൾ ചീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഡിസീറ്റ്ഫുൾനെസ് ആണല്ലോ ഇതിന്റെ ഒരു വഞ്ചന, ചതിവൊക്കെ ഇതിന്റെ ഈ പേഴ്സണാലിറ്റിയുടെ പ്രത്യേകതയാണ്. അപ്പൊ ഫേക്ക് ഫോട്ടോസ്, അല്ലെ പ്രായം കുറച്ച് പറയുക, അല്ലെങ്കിൽ ആ വ്യക്തി ഓൺലൈനിൽ ഒരാളോട് കണക്ട് ചെയ്യുമ്പോൾ സത്യമല്ല പറയുന്നത്. അപ്പൊ വളരെ ചാമിങ് ആയിട്ട്, ആകർഷണീയമായിട്ട് ആദ്യം തോന്നാം. പക്ഷെങ്കിൽ ചിലപ്പോൾ പണം ചോദിച്ചായിരിക്കും, ചിലപ്പം അല്ലാത്ത ആവശ്യങ്ങളായിരിക്കാം അവർ ഉന്നയിക്കുന്നത്. അപ്പൊ അതിനായിട്ട് അവരെ എന്ത് തന്ത്രം ഉപയോഗിക്കും, മാനിപ്പുലേറ്റീവ് ടാക്ടിക്സ് ഒക്കെ ഉപയോഗിച്ച് ഒരാളെ റീച്ച് ചെയ്യുന്നു. അപ്പം റിയൽ ആയിട്ടുള്ളതായിരിക്കത്തില്ല, ഫേക്ക് ഐ ഡി, ഫേക്ക് നെയിം, ഫേക്ക് ഏജ് എല്ലാം ഫേക്ക് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഇടപെട്ടിട്ട് ആ ഉപയോഗം കഴിഞ്ഞ്
ത്രോ ചെയ്യുക, ഉപേക്ഷിക്കുക. അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന പ്രവൃത്തികളിലൊന്നും ഇവർ കോൺസിക്വൻസസ് എന്താണെന്ന് ചിന്തിക്കുന്നില്ല, ഇല്ല, ആക്ഷൻസ് മാത്രം. അതെ. പിന്നെ ഓൺലൈനിൽ കൂടെ ഉള്ളതിന് ഈ കോൺസിക്വൻസസ് നേരിട്ടുള്ളതിനേക്കാളും കുറവാണല്ലോ, ഓക്കെ, ഫേക്ക് ആയിട്ടുള്ള ID ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ആ ചതിവിലൂടെ മറ്റുള്ളവരോട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ നമുക്ക് കൗൺസിലിങ്ങിൽ മനസ്സിലാക്കും. ഒരു ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട ആള് കാണാൻ ചെന്നപ്പോൾ പെൺകുട്ടിക്കുണ്ടായ വളരെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ ഒരിക്കൽ പങ്കുവെച്ച് ഓർക്കുന്നുണ്ട്. വളരെ മൃഗീയമായിട്ടുള്ള രീതിയിൽ പീഡിപ്പിക്കപ്പെട്ട കുട്ടി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റുപാടും നടക്കുകയാണ്. അപ്പോൾ അത് ഈ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ നമ്മൾ നേരത്തെ ചിന്തിക്കുമ്പോൾ സാമൂഹ്യ വിരുദ്ധരെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്നത് ആരാ? ഗുണ്ടായിസം നടത്തുന്നവര്, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാളെ കൊല്ലാൻ മടിയില്ലാത്തവര്, അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷെ അതിലുപരിയായിട്ട് ഓൺലൈനിൽ കൂടിയുള്ള ആൻറ്റി സോഷ്യൽ ബിഹേവിയേഴ്സ് ഇന്ന് വളരെയധികം കൂടിയേക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ ഓരോ യൂട്യൂബിൻ്റെ വീഡിയോസിൻ്റെ കമൻസ്, അല്ലെങ്കിൽ സാധാരണ ന്യൂസിൻ്റെ കമൻസ്, അതിൻ്റെ അകത്തെ ബാഡ് വേർഡ്സ്, ഹേർട്ടിംഗ് ആയിട്ടുള്ള കമൻസ്, മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന കഥകൾ. ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ പോലും ഇല്ലേ, വിവാഹമൊക്കെ മുടക്കുന്നു, അല്ലെ മറ്റുള്ളവരെ കുറിച്ച് മോശങ്ങൾ പറഞ്ഞു വരുത്തുന്നു. അപ്പോൾ ആ മറ്റുള്ളവരുടെ വേദനയിലൊന്നും അധികം നമുക്ക് അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല, എമ്പതി ഇല്ല. അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഈ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റിയുടെ ചില ഫീച്ചേഴ്സാണ്. അതെ, ഘടകങ്ങളായിട്ട് നമുക്ക് കാണാം. ഓക്കെ. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഹെൽപ്പ് കൊടുക്കാൻ പറ്റുക? ഇപ്പം പലപ്പോഴും കൗൺസിലിങ്ങിനോടും ഒന്നും അവരങ്ങനെ ഓപ്പൺ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ ഏത് രീതിയിലാണ് നമുക്ക് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക? ഇപ്പം നമുക്ക് ഇപ്പം മെൻ്റൽ ഹെൽത്ത് ഫീൽഡിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ സൈക്കാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിക് സോഷ്യൽ വർക്കേഴ്സ്, ഇപ്പം ഇങ്ങനെയുള്ള പ്രൊഫഷണൽസ് ആണ് ഉള്ളത്. അപ്പം എവിടെ ഹെൽപ്പിന് സീക്ക് ചെയ്യണം അവർ? ഒന്നാമത്തെ കാര്യം, നമ്മൾ സ്കൂളുകളിലും ടീച്ചേഴ്സിനും ഒക്കെ ഒരു അവബോധം, പേരൻസിനും ഒരു അവബോധം വേണം. ഇത് ഒരു ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റിയുടെ കാര്യങ്ങളാണ് ഈ കുട്ടി ചൈൽഡ്ഹുഡിലും ടീനേജ് കാലത്തുമൊക്കെ ചെയ്യുന്നതെന്നുള്ള അവബോധമാണ് ആദ്യമായിട്ട് സൃഷ്ടിക്കപ്പെടേണ്ടത്. അപ്പോൾ പിന്നെ ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രോത്സാഹനം ഉണ്ടാകത്തില്ല. ഇന്നിപ്പം പല രീതിയിൽ ഇങ്ങനെയുള്ള ബിഹേവിയേഴ്സ് എനേബിൾ ചെയ്യുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട്, അറിയാതെ. ഇപ്പം നമ്മൾ ഈ കൾച്ചറിൽ നമുക്കൊരു അറ്റൻഷൻ കിട്ടേണ്ട ഒരു കാര്യത്തിന് ഒരു കുട്ടിയെ ഉപദ്രവിക്കുന്നു, അത് എന്നിട്ട് പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവന് ഉണ്ടാകുന്നത് എന്തായിരിക്കും? അവനൊരു മറ്റുള്ളവരാൾ ശ്രദ്ധിക്കപ്പെടുന്നു, അവൻ എന്തോ ആണെന്ന് കാണിക്കുന്നു. അതൊക്കെ ഉണ്ടാകുന്നത് ഒരു വ്യക്തിത്വത്തിന്റെ വൈകല്യമാണ്, അല്ലാതെ അതൊരു ഹീറോയിസം അല്ല. അത് പേരൻസും ടീച്ചേഴ്സും എല്ലാവരും ഉൾപ്പെടെ അതിനെ മനസ്സിലാക്കുന്ന ഒരു അവബോധം സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. അപ്പം അവിടെ തൊട്ടാണല്ലോ ഇത് തുടങ്ങേണ്ടത്. അത് അല്ലാതെ ഒരു അഡൽട്ടായി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ വന്നതിന് ശേഷം അവരെ ട്രീറ്റ് ചെയ്യാന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടാണ്. അവരെ അത് മനസ്സിലാക്കുക എന്നുള്ളതും വളരെ ഡിഫിക്കൽട്ടാണ്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ പറഞ്ഞ ഈഗോ സിൻറ്റോണിക് ആയിട്ടുള്ളവർക്ക് അവർ ചെയ്യുന്നതിനെല്ലാം ജസ്റ്റിഫിക്കേഷൻ ഉണ്ട് ഉള്ളിൽ. അപ്പോൾ അവർക്ക് ഗിൽറ്റ് ഇല്ല, അവരുടെ ആക്ഷൻസ് ഒക്കെ ജസ്റ്റിഫൈഡ് ആണ്. സമൂഹത്തെ നന്നാക്കാനായിരിക്കും ചിലർ ഗുണ്ടായിസം നടത്തുന്നത്, അല്ലെങ്കിൽ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയെ ഒക്കെ നല്ലതാക്കാനാണെന്ന് അവർ വിശ്വസിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അവരെ ഹെൽപ്പ് ചെയ്യാൻ എളുപ്പമല്ല. അതേസമയം കുഞ്ഞു പ്രായത്തിലെ തൊട്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ബിഹേവിയറൽ ഇഷ്യൂസ് കാണുമ്പോൾ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. ഒരുപക്ഷെ ഈ കുട്ടികളൊക്കെ വലിയ എന്തോ ഒരു ഹീറോയിസം ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ പാരന്റ്സ് അതിനെ കണ്ട് മനസ്സിലാക്കി കറക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് അല്ലേ? അത് ഓൺലൈനിലാണെങ്കിൽ ഇപ്പൊ പേരൻസിന്റെ ഭാഗത്തുനിന്ന് സോഷ്യൽ മീഡിയ ഈ കുട്ടി ഉപയോഗിക്കുമ്പോൾ ഈ കുട്ടി മറ്റുള്ളവരെ വേദനിപ്പിക്കാനായിട്ടുള്ള മെസ്സേജസ്, കമന്റ്സ് ഇടുന്നുണ്ടോ? പ്രത്യേകിച്ച് ഈ 18 വയസ്സിൽ താഴെയുള്ള കാലഘട്ടത്തിൽ പേരൻസ് അത് നോക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് പേരൻസിന്. മറ്റുള്ളവരെ ഹാം ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളുണ്ടോ, ഫേക്ക് IDs ഇവർക്കുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ നോക്കുന്നത് നല്ലതായിരിക്കാം. അതുപോലെ തന്നെ ഈ ട്രോളിങ് നമ്മളതെല്ലാം അക്സെപ്റ്റബിൾ ആണ് നമ്മുടെ കൾച്ചറിൽ. ട്രോൾ വളരെ കോമൺ ആണ്. എന്ത് കാര്യത്തിനും ഏതിനും ട്രോൾ ചെയ്യുന്ന ഒരു സാഹചര്യം, അല്ലെ കളിയാക്കുക, അല്ലെ അതൊക്കെ അതിര് വിടുന്നുണ്ടോ? അതൊക്കെ ഏത് പരിധി വരെ ആ വ്യക്തിത്വത്തെ ഹനിക്കുന്ന രീതിയിലാണോ?
അത് ഉപയോഗിക്കുന്നത്, അതല്ലെങ്കിൽ ട്രോൾ ചെയ്യുന്നത്, ഇതൊക്കെ ഈ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റിയുടെ ഡിസോർഡറുകളുടെ ചില കാര്യങ്ങൾ തന്നെയാണ്. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള കളിയാക്കലുകൾ, അവരോട് എമ്പതി ഇല്ലാത്ത പെരുമാറ്റങ്ങൾ, അതൊക്കെ കുട്ടിയിൽ ചെറുപ്പകാലത്തുണ്ടെങ്കിൽ അത് പരിഹരിക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പവഴി. അപ്പം പ്രായമുള്ള ഒരാളെ ഈ മേഖലയിൽ ചികിത്സിക്കുക എന്ന് പറഞ്ഞാൽ അതിനുള്ള സംവിധാനങ്ങൾ നമുക്ക് ഗവൺമെന്റിന്റെ മേഖലയിൽ ഇല്ലെന്ന് അറിയാൻ കഴിഞ്ഞത്. പിന്നെ നമുക്കിങ്ങനെ ഒത്തിരി എനിക്ക് തോന്നുന്നു ഒത്തിരി NGO-കൾ നമുക്ക് ഉണ്ട്. അപ്പം ഇങ്ങനെ സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ റീഹാബിലിറ്റേഷൻ എത്രമാത്രം ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നു സിസ്റ്ററെ? ലൈക്ക് റീഹാബിലിറ്റേഷൻ ഹെൽപ്പ് ചെയ്യുമില്ലേ? അതെ. ഒന്നാമത്തെ കാര്യം, ഇവരൊക്കെ ഒരു റിമോഴ്സ് ഇല്ലാത്ത ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറുകൾക്ക് റിമോഴ്സ്ഫുൾ അല്ല. അവർക്ക് അവർ ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ കാര്യത്തിൻ്റെ നന്മയ്ക്കായിട്ടാണ്, നല്ലതാണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാണല്ലോ അവരെ ഒന്ന് മനസ്സിലാക്കാൻ. പിന്നെ ഒരു എന്താ പറയണ്ടേ, സാമൂഹ്യ വിരുദ്ധതയിൽ വരുമ്പോൾ എന്തെങ്കിലും കേസൊക്കെ വന്ന് അതിന് നിയമപരമായിട്ട് അവർക്ക് ഒരു ശിക്ഷണം ലഭിക്കുന്ന സമയത്തായിരിക്കാം ഹെൽപ്പ് കൊടുക്കാൻ ഇത്തിരി എളുപ്പം. അല്ലാത്ത ഒരു സമയത്ത് അവരൊരിക്കലും ആ ഒരു പണിഷ്മെന്റിന്റെ സമയത്തായിരിക്കാം കുറച്ചുകൂടെ തിരിച്ചറിവ് കൊടുക്കാനായിട്ട് സഹായകമാകുന്നത്. അല്ലാത്ത ഒരു സമയത്ത് അവർക്ക് തിരിച്ചറിവ് കൊടുക്കാന്നുള്ളത് എളുപ്പമല്ല. അതിനെന്തുകൊണ്ടും റീഹാബിലിറ്റേഷൻ ഒക്കെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് ഇങ്ങനെയുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെയുള്ളത് ഈ ക്ലിനിക്കൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലത്തുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഒരു റീഹാബിലിറ്റേഷൻ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. കാരണം എപ്പോഴും ഈ ആന്റി സോഷ്യൽ കേസസ് ഒക്കെ വരുമ്പോൾ നമുക്കിപ്പോൾ ഒരു OP ബേസിസിൽ കണ്ട് വിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1, 2, 3 സെഷൻസ് കൗൺസിലിംഗ് കഴിഞ്ഞാൽ പോലും കൂടി അതിലൊരു ഇംപ്രൂവ് എന്ന കാര്യങ്ങളൊന്നും ഇല്ലാത്ത സംഭവങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ലോങ് ടൈം റീഹാബിലിറ്റേഷൻ ഒക്കെ ഇതിന് ഹെൽപ്പ് ചെയ്യും. റീഹാബിലിറ്റേഷൻ നമ്മൾ പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഇത്രയും കൂടി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ്, ഒരു സ്ട്രക്ചർ ഓഫ് കൗൺസിലിംഗ്, ഒരു വീക്ക്ലി ബേസിസിലെ കൗൺസിലിംഗ്, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഡോക്ടേഴ്സിന്റെ സംലഭ്യത, ഇതെല്ലാം ഉള്ള ഒരു സ്ട്രക്ചേർഡ് ഫെസിലിറ്റിയിലുള്ള ഒരു ഹെൽപ്പ്. ഇത് ഈ പണിഷ്മെന്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് അങ്ങനെ ഉണ്ടെങ്കിലല്ലേ അവരെ ഹെൽപ്പ് സീക്ക് ചെയ്യാനായിട്ട് തയ്യാറാവുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു സംവിധാനം ചിലയിടത്തൊക്കെ ഉണ്ട് കേരളത്തിൽ. അത് കൊടുക്കുക എന്നുള്ളത് അതിനെ ഇത്രയും കൂടി നമ്മൾ പ്രോത്സാഹിപ്പിക്കണം എന്ന് തോന്നുന്നു. പിന്നെ നമ്മളൊരു വിശ്വാസപരമായ രീതിയിൽ ചിന്തിക്കുമ്പോൾ നമ്മളുടെ പ്രാർത്ഥന അവർക്ക് വേണ്ടി മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗ്ഗം സന്തോഷിക്കുമെന്നാണ്. അപ്പം ഈ ഒരു മേഖലയിലുള്ള ഉള്ളവരുടെ ഒരു മാറ്റത്തിന് വേണ്ടി, അവരുടെ ഒരു ഹീലിങ്ങിന് വേണ്ടി, അവിടെ ആണല്ലോ നമ്മൾ പറഞ്ഞ എമ്പതിയും അവരോടുള്ള കരുണയും ഒക്കെ നമുക്ക് വേണ്ടത്. അപ്പോൾ അവർക്ക് വേണ്ടി അവരുടെ ലവ്ഡ് വൺസിനാണെങ്കിലും അവരൊരു ഭാരമായിരിക്കും. ഒരു വീട്ടിലൊരു ആൻറ്റി സോഷ്യൽ പേഴ്സൺ ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ കാണുന്ന ഒരു കാഴ്ചപ്പാട് തന്നെ വളരെ വ്യത്യാസമായിരിക്കുമല്ലോ, വളരെ നെഗറ്റീവ് ആയിരിക്കുമല്ലോ. ഞങ്ങൾക്ക് നാണക്കേടായിട്ട് ഒരുത്തൻ ജനിച്ചു, അല്ലെങ്കിൽ അപമാനമായിട്ട് മാറിയേക്കുക. അപ്പൊ അവരോട് ഒരിക്കലും നമുക്ക് പറ്റുന്നുണ്ടാവത്തില്ല ഒരു കരുണ. അവരുടെ ഈ പേഷ്യൻസിന്റെ അല്ലെങ്കിൽ ഇങ്ങനെ ഇത് അനുഭവിക്കുന്ന ആൾക്കാരുടെ ഒരു ഹെൽപ്ലെസ്നെസ് ആണോ ശരിക്കും? അത് എന്തുകൊണ്ടായിരിക്കും അവര് പലപ്പോഴും ഇത് അവർക്ക് തന്നെ ഏതെങ്കിലും ഒരു പോയിന്റിൽ മനസ്സിലാവുന്നുണ്ടാവും, എൻ്റെ വാക്കുകൾ തെറ്റിപ്പോകുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തികൾ തെറ്റിപ്പോകുന്നുണ്ടല്ലോ എന്നൊക്കെ അവർക്ക് തന്നെ ഒരു തോന്നലൊക്കെ വരുന്നുണ്ടാവുമല്ലോ. ആന്റി സോഷ്യലിന് അങ്ങനെ ഗിൽറ്റ് ഉണ്ടാവത്തില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഏതെങ്കിലും ഒരു സമയത്ത് സ്വന്തം കുഞ്ഞിന്റെ കാര്യം വരുമ്പോഴോ, അല്ല കുഞ്ഞ് ഇതുപോലെ തന്നെ കാണിക്കുമ്പോഴോ, കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ കുട്ടികൾ, എനിക്ക് തോന്നുന്നു ഏജ് ഒരു ഫാക്ടർ ആണെന്ന് തോന്നുന്നു. അതെ, ഒരു ടീനേജ് കഴിഞ്ഞ് ഏർലി അഡൽട്ട്ഹുഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നു ഒരു 28, 30 ആ ഒരു ഏജിലേക്കൊക്കെ എത്തുമ്പോഴത്തേനും ഇതിൽ ഒരു മാറ്റം കാണാറുണ്ട് സാധാരണ ക്ലിനിക്കൽ പ്രാക്ടീസിലൊക്കെ. അങ്ങനെയാണല്ലോ അല്ലത്? അതെ അതെ അതെ. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ ഓൺലൈനിലുള്ള ആന്റി സോഷ്യൽ ബിഹേവിയേഴ്സ് പലപ്പോഴും കണ്ടുപിടിപ്പിക്കപ്പെടുന്നില്ലാത്തത് കൊണ്ടും ഒളിച്ചു വെക്കാൻ പറ്റുന്നതായതുകൊണ്ടും അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. ഒളിച്ച് ഹിഡൻ ആയിട്ട് ഒരു ഇതുണ്ടല്ലോ, അക്കൗണ്ടബിലിറ്റി കുറവാണ്. അപ്പം അത് മറച്ചു വെക്കാൻ എളുപ്പമാണ്, ഈ ഫേക്ക് ഐഡിയും ഫേക്ക് ഇതായിട്ടും ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതും അവർ സമ്മതിക്കാനായിട്ട് തയ്യാറാകണമെന്നില്ല, തെളിവ് സഹിതം കാണിക്കാനായിട്ട് അത് പിടിക്കപ്പെടാതെയും പോവുക. അപ്പൊ അങ്ങനെയുള്ളവരുടെ എണ്ണം കൂടുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കാനുള്ള രീതികൾ അവലംബിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ആവശ്യമായ പണിഷ്മെന്റ്, സൈബർ ബുള്ളിങ്, അങ്ങനെയൊക്കെ ഉള്ള നിയമങ്ങളും ആവശ്യമാണെന്ന് തോന്നുന്നു. നമ്മുടെ കേരളത്തിന്റെ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വളരെയധികം
ഇപ്പം ഈ ഒരു മേഖലയിൽ വളരെ കോൺഷ്യസ് ആണ്. അപ്പം എപ്പോഴും സോഷ്യൽ മീഡിയ ഒക്കെ അവർ വാച്ച് ചെയ്യുന്നു. അതെ, അങ്ങനത്തെ ഒരു സിസ്റ്റം ഡെവലപ്പ് ആയി വരുന്നുണ്ട്. അതെ. പിന്നെ നമ്മൾ ഇപ്പം പറയുമ്പോൾ ഇത് മനസ്സിൽ ഓർക്കുവാണ്, തമ്പുരാന്റെ വാഗ്ദാനമാണല്ലേ, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. അപ്പൊ ഹൃദയകാഠിന്യം ഭയങ്കരമാണല്ലോ. ഹൃദയകാഠിന്യം അല്ലേ നമ്മൾ ഈ പറയുന്ന റിമോസ് ഇല്ല, ഒരു കുറ്റബോധമില്ല, പാപബോധമില്ല, അങ്ങനെ പോകുന്നു. അപ്പൊ നമ്മുടെ ആ ശിലാഹൃദയത്തെ ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഒരു ശിലാഹൃദയത്തോട് ഉപമിക്കാം. അപ്പൊ ആ ശിലാഹൃദയം എടുത്ത് മാറ്റാൻ ആ ദൈവത്തിന്റെ കൃപയുടെ വലിയ ഒഴുക്ക് ആവശ്യമാണല്ലോ. അപ്പം ഈ ലവ്ഡ് വൺസ് അവരെ ജഡ്ജ് ചെയ്യുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നതിന് പകരം ഹീലിങ്ങിന് വേണ്ടിയുള്ള ശക്തമായ പ്രാർത്ഥന വലിയൊരു ആവശ്യമായിരിക്കും. അവരെ ഒറ്റപ്പെടുത്തുക അല്ല അതിനൊരു പരിഹാരം. എളുപ്പമല്ല. വ്യക്തിയെയും അവരുടെ പ്രവൃത്തിയെയും രണ്ടായിട്ട് കാണുന്ന ഒരു മനോഭാവം അത്യാവശ്യമാണ് തിരിച്ചറിവിനോടൊപ്പം. നമ്മുടെ പ്രോഗ്രാമിന്റെ പേര് പോലെ തന്നെ അവരോട് ഒപ്പമായിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതെ, അതെ. അതേസമയം ബിഹേവിയറിനെ പ്രോത്സാഹിപ്പിക്കാതെ, അവരുടെ ബിഹേവിയർ തെറ്റാ, അതിനെ നമ്മൾ ഒരിക്കലും എനേബിൾ ചെയ്യാൻ പാടില്ല. അത് നമ്മൾ അതിന് കൂട്ടുനിൽക്കുമല്ല. അതിലുപരിയായിട്ട് അവരിലുള്ള ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തിയുടെ ഒരു മുറിവുണ്ട്, തകർന്ന ഒരു വരവുണ്ട്, അത് പരിഹരിക്കപ്പെടാതെ വന്ന ഒരു വഴികളൊക്കെ ഉണ്ട്. അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ മനുഷ്യ വ്യക്തിയോട് ഉണ്ടാകുന്ന ഒരു എമ്പതി, കരുണ, അതായിരിക്കും ഒരുപക്ഷെ നമ്മളെ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്നത്, ജഡ്ജ് ചെയ്യാതിരിക്കാൻ പ്രേരിപ്പിക്കുന്നത്, എപ്പോഴും കുറ്റപ്പെടുത്താതിരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെയൊക്കെയാണല്ലോ ഹീലിംഗ് നടക്കുന്നത്. ഒരു ധൂർത്തപുത്രന്റെ ഉപമയിൽ തന്നെ അങ്ങനല്ലേ, ആ ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ പിതാവ് കാണിച്ച ആ സ്നേഹം, ഒരു അൺകണ്ടീഷണൽ ലവ് ഉണ്ട്. അപ്പൊ അതിലേക്ക് വന്നത് ആ പിതാവ് ഉണ്ടായിരുന്ന സ്നേഹത്തെക്കുറിച്ച് ധൂർത്തപുത്രൻ ഓർമ്മിച്ചപ്പോഴായിരുന്നു. അപ്പം ഈ സങ്കടങ്ങളുടെയും ഈ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റിയുടെ ബിഹേവിയറൽ ഇഷ്യൂസ് അനുഭവിക്കുമ്പോഴും നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു കരുണയുടെ സ്നേഹമൊക്കെ ഒരുപക്ഷെ അവനെ തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കും എന്നുള്ളത് നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിലാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും എവിടേക്കോ അവനൊരു കിട്ടുന്ന സ്നേഹവും പരിഗണനയും കാര്യങ്ങളും ഒക്കെ അതൊരു പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് ആയിട്ട് വലിയൊരു എന്താ പറയണ്ടേ, ഒരു പ്രത്യാശയ്ക്ക് ഒരു വഴി നൽകുന്നത്. ആരുടെയൊക്കെയോ സ്നേഹമോ എപ്പോഴും അവനെ ഒന്ന് തിരിച്ചു കൊണ്ടുവന്നേക്കാം. അതെ അതെ അതെ. അതുകൊണ്ട് ഒരു വ്യക്തിയും നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണല്ലോ. അതെ, എല്ലാം അവരെ നേടിയെടുക്കണമല്ലോ. അതെ അതെ. സിസ്റ്റർ, അപ്പൊ നമ്മൾ ഈ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോഴേ ഇതിൽ ഇരയാക്കപ്പെടുന്ന ഒത്തിരി വ്യക്തികളുണ്ട് അല്ലെ. ഇപ്പം ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയുടെ കൂടെ വേറെ ഒത്തിരി ടൈപ്സ് ഓഫ് ആൾക്കാരും കൂടി ജീവിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പം ഇതിൽ ഇരയാക്കപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇതിനെ, ഈ ഒരു ആന്റി സോഷ്യൽ ബിഹേവിയറിനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, നമുക്ക് എങ്ങനെ വിജിലന്റ് ആയിരിക്കാം? ഈ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഉള്ളവര് ചീറ്റ് ചെയ്യുന്നവരായിരിക്കാം, ആകർഷണീയത കാണിക്കുന്നവരായിരിക്കാം അല്ലെ, തുടക്കത്തിൽ വളരെ ചാമിങ് ആയിരിക്കാം. അപ്പൊ അവർക്ക് ആദ്യം അവരോട് ഇടപെടുന്ന വളരെ ചാമിങ് ആയിട്ടാകുമ്പോൾ നമ്മൾ വിശ്വസിച്ചു പോകും. അപ്പൊ സാധാരണ വളരെ ഇന്നസെന്റ് ആയിട്ടുള്ളവരും സ്പിരിച്വൽ ആയിട്ടുള്ളവരും ഒക്കെ പെട്ടെന്ന് വിശ്വസിക്കുന്ന പ്രകൃതമുള്ളവർ, പെട്ടെന്ന് ആളുകളെ വിശ്വസിക്കുന്നു. അല്ല, ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി ഉള്ളവര്, കോഡിപ്പെൻഡന്റുകള്, അങ്ങനെയുള്ളവരൊക്കെ ഈ പേഴ്സണാലിറ്റിയെ പെട്ടെന്ന് വിശ്വസിക്കാം. പക്ഷെങ്കില് നമുക്ക് ഇച്ചിരി കഴിയുമ്പോൾ ആ ബന്ധത്തിൽ മനസ്സിലാകും, ഞാൻ യൂസ് ചെയ്യപ്പെടുകയാണോ, എൻ്റെ വികാരങ്ങളൊന്നും മാനിക്കപ്പെടുന്നില്ല, എപ്പോഴും ബ്ലെയിം ഒക്കെ കിട്ടുന്നുണ്ട്, കുറ്റപ്പെടുത്തൽ കിട്ടുന്നുണ്ട്, എനിക്ക് വാലിഡേഷൻ ഒന്നും കിട്ടുന്നില്ല, എന്നെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അവിടുന്ന് ആവശ്യപ്പെടുന്നതെല്ലാം എന്നെ യൂസ് ചെയ്യുന്നത്, അത് ഫിനാൻഷ്യലി ആകാം, സെക്ഷുവൽ ആയിട്ടുള്ള നീഡ്സ്, ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, അത് ചിലപ്പോൾ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കുന്നതാകാം, ചില പ്രോമിസസ് ഒക്കെ നൽകി നമ്മളെ യൂസ് ചെയ്യാനായിട്ട് ക്ഷണിക്കുന്നതാകാം. ഇതൊക്കെ വാർണിംഗ് സൈൻസ് ആയിട്ട് കാണാൻ പറ്റും. അല്ലെങ്കിൽ അവിടുന്ന് ഉപയോഗിക്കുന്ന ഒരു വാക്ക്, ഒരു ടെക്സ്റ്റ് ചെയ്താൽ പോലും ആ ഉപയോഗിച്ചത് ഹേർട്ട് ചെയ്താൽ അവിടെ പിന്നെ കുറ്റബോധം ഇല്ലാന്ന് തോന്നുന്നതാകാം, ഒരു സോറി പറയാത്ത ആവാം. ഇതെല്ലാം വാർണിംഗ് സൈൻസ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പിൽ എടുക്കാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ തോന്നിയാലും ചിലരെന്ത് ചെയ്യും, അതിനെ ഇഗ്നർ ചെയ്യും. എനിക്ക് തോന്നിയതായിരിക്കാം, അല്ലെ അവിടുന്ന് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതിനെ വിശ്വസിക്കും. പക്ഷെ നമ്മുടെ ഒരു ഗട്ട് ഫീലിംഗ് നമുക്ക് തോന്നുന്നുണ്ട്, ഇത് പറഞ്ഞിട്ട് സോറി പറഞ്ഞില്ലല്ലോ, നമ്മുടെ ഉള്ളിൽ ആ വേദന തോന്നുന്നത് റിയലാ. ആ റിയാലിറ്റിയെ നമ്മൾ വിശ്വസിക്കണം, നമ്മുടെ ഉള്ളിൽ തോന്നുന്നത്. അപ്പൊ അതെല്ലാം ഈ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റിയിലുള്ളവര് അങ്ങനെയാണ് പെരുമാറുന്നത്. ബ്ലെയിം യൂസ് ചെയ്യപ്പെടും. അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം ഇങ്ങനെയുള്ള ഒരു കെണിപ്പെട്ട് കഴിഞ്ഞാല് പിന്നെ നമുക്ക് നമ്മളോട് വചനത്തിൽ പറയുന്നത്, നമ്മൾ ആ സർപ്പത്തിന്റെ വിവേകം
പ്രാവിന്റെ നിഷ്കളങ്കത ഉണ്ടെങ്കിലും സർപ്പത്തിന് വിവേകം വേണമെന്ന് ഈശോ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എനിക്ക് ബ്ലെയിം കിട്ടുന്നു, എന്നെ യൂസ് ചെയ്യുന്നു ഫിനാൻഷ്യലി അല്ലെങ്കിൽ സെക്ഷുവലി, മാനിപ്പുലേഷൻ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇപ്പൊ മരിക്കും, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, യു ആർ സൂപ്പർ, യു ആർ ദ ബെസ്റ്റ് എന്നൊക്കെ നമുക്കുള്ള മെസ്സേജസ് ആയിരിക്കും ആദ്യം കിട്ടുന്നത്. പക്ഷെ അത് കഴിയുമ്പം പിന്നെ ഉണ്ടാകുന്ന മാറ്റം, ഒരു സ്റ്റേബിൾ അല്ലാത്ത ഒരവസ്ഥ, ഇതെല്ലാം ഇങ്ങനെയുള്ള ഒരു ഡിസോർഡർ ഉള്ള അല്ലെങ്കിൽ അത് ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെന്നുള്ളതിന്റെ വാർണിംഗ് സൈൻസ് ആണ്. ആ വാർണിംഗ് സൈൻസ് നമ്മൾ പിന്നെ വളരെ ഗൗരവമായിട്ട് എടുത്ത് പിന്മാറുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പ്രത്യേകിച്ച് ഈ ഓൺലൈനിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം നോട്ടീസ് ചെയ്ത അപ്പൊ തന്നെ അത് മേ ബി ഒരു പ്രൊഫഷണലിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ തീർച്ചയായിട്ടും പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക്. ഇങ്ങനെ ചതിവിൽ പെട്ടാൽ തീർച്ചയായിട്ടും അതിന്റെ വൂൺസ് നമ്മളെ ഡെഫിനറ്റ്ലി ബാധിക്കുമല്ലോ. പിന്നെ അടുത്ത് ഒരു ഇതുപോലെ ഉള്ളതിൽ പെടാതിരിക്കാനും പിന്നെ നമ്മൾക്ക് തന്നെ നമ്മളോടുള്ള ട്രസ്റ്റിൽ ഒരു പ്രശ്നം വരും നമ്മളിങ്ങനെയൊക്കെ ഇപ്പം അങ്ങനെ പോയി പെട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ആ സ്കാർസ് വൂൺസ് ഒക്കെ പരിഹരിക്കപ്പെടാനും ഹീൽ ചെയ്യപ്പെടാനും ഒക്കെ പ്രൊഫഷണൽ ഹെൽപ്പ് ആവശ്യമായതുപോലെ തന്നെ ഇതിൽ നിന്ന് പിന്മാറാനുള്ള ധൈര്യവും അത് പറയേണ്ട, ചിലപ്പോൾ നമ്മൾ പേരൻസിനോടായിരിക്കും പറയേണ്ടത് ഇങ്ങനെ ഒരു അബദ്ധത്തിൽ പെട്ടു, എനിക്ക് അത് മനസ്സിലാവുന്നില്ല. അങ്ങനെയുള്ള കൂട്ടുകാരോടല്ല, കൂട്ടുകാരെന്ന് പറയുമ്പോൾ നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റുന്നവരോട്. പലപ്പോഴും ഇവർ പറയുന്നത് ആരോടാ? ഗൈഡ് ചെയ്യാൻ പറ്റാത്തവരോട് പോയി ഷെയർ ചെയ്യും. അതുകൊണ്ട് യാതൊരു ഹെൽപ്പും കിട്ടാറില്ല. പക്ഷെ നല്ലതായിട്ട് എക്സ്പേർട്ട് ഹെൽപ്പ് സ്വീകരിക്കാനായിട്ടുള്ള ധൈര്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ വ്യക്തിത്വ വൈകല്യത്തിൻ്റെ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചാണ് നമ്മൾ കണ്ടത്, മനസ്സിലാക്കിയത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ തുടർന്ന് ക്ലസ്റ്റർ ബി പേഴ്സണാലിറ്റി ടൈപ്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതാണ്, പഠിക്കുന്നതാണ്. അപ്പം എല്ലാവർക്കും നന്ദി.